ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: അതിനുശേഷം കർത്താവ് അരുളി ചെയ്തു, ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരെയാണ് നമുക്ക് വേണ്ടി പോകുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ലോകത്തിന്റെ വലിയ കോലാഹലങ്ങൾക്കിടയിൽ നിന്നും ദൈവിക സ്വരം തിരിച്ചറിയാൻ കഴിയുക എന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. ഒത്തിരി ആകർഷണങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന, ഒത്തിരി അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ലോകത്തിന് നടുവിൽ ദൈവിക വിളി തിരിച്ചറിയുക, അത് വളരെ ശാന്തമായൊരു സ്വരമാണ്. ആ വിളി തിരിച്ചറിയാൻ കഴിയുക എന്നത് അത് വലിയൊരു കാര്യമാണ്. ഒരു വൈദികനാകുക എന്നത് അത് വലിയൊരു വിളിയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, അതൊരു വൈദികനാണ്. വൈദികൻ ദൈവത്തെ തന്റെ കരങ്ങളിൽ ഉയർത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ഒരു വൈദികൻ തന്നെയാണെന്നുള്ള വലിയ തിരിച്ചറിവിലേക്കാണ് നാം കടന്നു വരുന്നത്. സോജിന്റെ മാതാപിതാക്കളെ പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു വൈദികനാകുമ്പോൾ തന്റെ അടുത്ത് വരുന്ന ഒത്തിരി വ്യക്തികളെ ആശ്വസിപ്പിക്കുവാനും പ്രത്യാശയിലേക്ക് നയിക്കുവാനും ഒക്കെ ഒരു വൈദികന് കഴിയും. ഒരു വൈദികനിലൂടെ ഒരു വലിയ അഭിഷേകമാണ് ഒരു ഇടവകയിലും ഒരു നാട്ടിലും ഒരു പ്രദേശത്തും എല്ലാം ഉണ്ടാകുക. ആയതിനാൽ സോജിനോട് ഒരേ അപേക്ഷയെ ഞങ്ങൾക്കുള്ളൂ: ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം സോജിനോട് ചേർന്ന് നിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ശക്തമായ ഒഴുക്കും ഇടപെടലും സോജിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ. ആമേൻ.